എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഏത്തക്ക കൊണ്ടിട്ടാണ്, അതായത് നേന്ത്രപ്പഴം കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ന്യൂ ഇയറിൻ്റെ പായസം ഇതായിരുന്നു. നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കിയെന്നുള്ളത് പറയണേ, കമൻസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കൃത്യം 1/2 കപ്പ് ചവരി എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി ഇതുപോലെ അരിപ്പയിൽ തോരാനായിട്ട് വെച്ചതാണ്. സമയം ലാഭിക്കാനായിട്ട് ഞാൻ ഇതുപോലെ പ്രഷർ കുക്കറിൽ ഇതൊന്ന് ആദ്യം കുക്ക് ചെയ്യും. നിങ്ങൾ നേരിട്ട് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 1/2 കപ്പ് ചവരിക്ക് 1.5 കപ്പ് വെള്ളത്തിൽ 3-4 വിസിലിന് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് 2 കവർ പാല്, അതായത് 1 ലിറ്റർ പാലിനുള്ള റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവരി വെന്തതിന് ശേഷം അതിലോട്ട് പാല് ചേർത്ത് കുക്കറിൽ തന്നെ പായസം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. പാലൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചവരി വെന്തിട്ടുണ്ടായിരുന്നു. ചവരി എന്ന് പറയുന്നത് സേഗോ അല്ലെങ്കിൽ ലപ്യോക്ക പേൾസ് എന്ന് പറയും, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പാലൊക്കെ വെക്കാനായിട്ട്. അതുപോലെ ചവരി പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒട്ടിയിരിക്കുന്ന പോലെ തോന്നും. നമ്മൾ ചൂട് പാല് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഇതുപോലെ വിട്ട് വരും. ചവരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഏത്തപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചെറുതായിട്ടല്ല, 4ആയിട്ട് കീറിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് ചെറുതായിട്ട് അരിയുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് അലുത്തു പോകും. ഞാൻ അതിൻ്റെ നടുക്കുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ കളയാമെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ ഒരു സുഖമായിരിക്കും. 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും നമ്മുടെ ഏത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ആ സമയം നമ്മളിതുപോലെ ഇളക്കി വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പഴംപൊരിക്കുള്ളിലെ ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു ടെക്സ്ചറിൽ കിട്ടും. ഇച്ചിരി ഒന്ന് കളറൊക്കെ ഒന്ന് ഡാർക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ പായസവും നല്ല കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു പരുവം വരെ നമ്മൾ ഏത്തപ്പഴം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പായസവും നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ നമ്മൾ കുറുക്കില്ല, കാരണം ഇത് ഇരിക്കും തോറും അങ്ങ് കട്ടിയാവുന്ന പായസമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ പായസമാക്കി എടുത്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ കുറുകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ്, ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ ഇതുപോലെ വീർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഏത്തക്ക ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വഴറ്റി ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പായസമായിട്ട് മാത്രമല്ല, തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പുഡിങ് പോലെ കഴിക്കാനും അടിപൊളിയാണ്. ഇത് പാൽ വാഴക്കയുടെ റെസിപ്പിയാണ്. മലബാർ സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു പായസമാണ്. പ്രത്യേകിച്ച് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.